ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. കൂട്ടുകാരെ, സലാഹാണ്. ചില ആളുകൾക്ക് സമൂഹത്തിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നവരാകണം എന്നൊരാഗ്രഹം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പെട്ടൊരാൾ നമ്മുടെ അടുത്തൊരു വക്കീലുണ്ട്. അദ്ദേഹം സിനിമാ നടനൊക്കെയാണ്. അദ്ദേഹം ആദ്യം അഭിനയിച്ച സിനിമയിൽ അദ്ദേഹം എന്താണോ അതേപോലുള്ള ഒരു കഥാപാത്രം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണോ അതുപോലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അതിൽ അവതരിപ്പിച്ചത്. ആ സിനിമയിലെ ജഡ്ജി നമ്മുടെ നാട്ടുകാരനായ ഒരു അധ്യാപകനാണ്. അദ്ദേഹം വെകിട് പറയാണ്ട് അവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അത് വെച്ചാൽ മണ്ടത്തരം പറയാതെ അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹം പലപ്പോഴും കാണിച്ചിരിക്കുന്നത് മണ്ടത്തരം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പെമ്മക്കൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ച ഒരാളാണ്. കാരണം ശരീഅത്ത് നിയമപ്രകാരം ഇദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ മറ്റാർക്കെങ്കിലും പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് രണ്ടാമതും കുറെ കൊല്ലം മുമ്പേ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ വീണ്ടും കല്യാണം കഴിച്ചിട്ട് വാർത്തയിൽ ഇടം നേടി ഭയങ്കര ചർച്ചക്ക്, നമ്മുടെ നാട്ടില് ഈ പ്രൈം ടൈമിലൊക്കെ ഭയങ്കര ചർച്ചക്ക് വക നൽകിയ ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ലാസ്റ്റ് ഒരു കണ്ണുകടി വരാൻ കാരണം നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് നടത്തുന്ന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ശേഖരണം നടക്കുന്നുണ്ട്. വളരെ സുതാര്യമായിട്ട് ഒരു ആപ്പ് വഴി ഒരു ഫണ്ട് ശേഖരണം നടക്കുന്നുണ്ട്. ആ ഫണ്ട് ശേഖരണത്തിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിജയത്തിൽ കണ്ണുകടി കണ്ടിട്ടോ ഇനി അതല്ല അതുവഴി ഒരു നല്ലൊരു മാർക്കറ്റ് സ്വയം ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞിട്ടോ എന്താണെന്നറിയില്ല, പുള്ളി ഒരു ഹർജി ഹൈക്കോർട്ടിൽ സമർപ്പിക്കുന്നു. കാരണം ഇത്തരം പിരിവുകൾ നിരോധിക്കണം എന്നാണ് അതിന്റെ ഒരു ഉദ്ദേശം. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്, ഇത്തരം പിരിവുകൾ ഇല്ലാതാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈക്കോടതി വളരെ നല്ല രീതിയിൽ അത് നിരാകരിച്ചു എന്നാണ് ലാസ്റ്റ് അറിയാൻ സാധിച്ചത്. രണ്ട് കാരണമാണ് ഞാനിതിൽ കാണുന്നത്. ഒന്ന്, അദ്ദേഹം ആദ്യം വിശ്വസിച്ചു എന്ന് പറയുന്ന മുസ്ലിം ലീഗിനോടുള്ള വിരോധം. അതല്ല എങ്കിൽ ഇതുവഴി തനിക്ക് സ്വന്തമായിട്ട് തന്നെ അവരവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തിയത്. എന്തായാലും വക്കീലെ, നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരം പൊതുസമൂഹം കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം ഒരു തോന്നലുണ്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഹാസ കഥാപാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ല കുടുംബത്തിലുള്ള ചില ആളുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറുകയാണ്. അവരെല്ലാം ഒരുപാട് മുകളിലെത്തി. കാരണം അവർ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. നിങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെപ്പോഴും താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിലയും വിലയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അസ്സലാം.